അങ്ങനെ ഒരു ഇതിനൊക്കെ മോശമാണ് എന്ന് ധരിക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ. അത് പല ബെഡ്റൂമിലും സംഭവിക്കുന്നത് ഈ ഒരു പ്ലഷർ സുഖം എന്ന് പറയുന്ന ഭർത്താക്കന്മാർക്ക് മാത്രം ഉള്ളതായിട്ട് നമ്മുടെ പല ബെഡ്റൂമിലും മാറുന്നുണ്ട്. കാരണം ഈ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേണ്ട രീതിയിലുള്ള ഒരു ഇമോഷണൽ ബോണ്ട് അത് ആദ്യമേ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അനുഭവമുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റലിലുള്ള നിതാഷ മാമിൻ്റെ കൂടെയാണ്. മാം, കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ മെസ്സേജ് അയച്ച സമയത്തെ ആളെ ഹസ്ബൻഡ് ഗൾഫിൽ പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഫീലിംഗ് ആയിരിക്കൂലേ എന്നാണ്. പക്ഷെ ആളെ മറുപടി കേട്ട് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. കാരണം ആള് പറഞ്ഞതെന്ന് വെച്ചാൽ പോയതുകൊണ്ട് ഇനിയിപ്പം സമാധാനമായിട്ട് ഉറങ്ങാലോ എന്നാ പറഞ്ഞത്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയി ചോദിച്ചു എന്ത് പറ്റിയടാന്ന്. അപ്പോൾ അവള് പറയാ അവൾക്ക് ഭയങ്കര പെയിനാണ്, അവൾക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ള സംഭവം. അപ്പൊ ഈ ഒരു സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന വേദന പലരും പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു സംഭവമാണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്നത്? ആക്ച്വലി ഇത് നമ്മുടെ മുപ്പിൽ ഒരുപാട് നമ്മൾ കാണുന്ന ഒരു കേസാണ്. ഈ ഒരു പെയിൻ ഡ്യൂറിങ് സെക്സ് എന്നാണ് നമ്മൾ അതിന് പറയാം. പക്ഷെ പല ആളുകളും അത് നോർമലാണ് എന്ന് കരുതി വെക്കാറുണ്ട്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് അത് തുറന്നു പറഞ്ഞതുകൊണ്ടാണ് അത് അവർക്ക് അതൊരു അബ്നോർമൽ ആണ് എന്ന്. പക്ഷെ പല സ്ത്രീകളും ഇന്ന് വിചാരിക്കുന്നത് സെക്സ് ചെയ്യുമ്പോൾ ഈ ഒരു വേദന ഉണ്ടാകും എന്ന് കരുതും. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒരു വേദന ഉണ്ടാകുന്നതുകൊണ്ട് അവർക്ക് ആ സെക്സിനോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടക്കേട് വരുന്നുണ്ട്. അതാണ് അവള് പോയി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കൊരു സമാധാനം. പക്ഷെ പല ആളുകളും അത് നോർമലായിട്ടും കരുതി വെക്കാറുണ്ട് കേട്ടോ, അത് ഉള്ളതാണ് എന്ന് കരുതി വെക്കാറുണ്ട്. പക്ഷെ ഈ ഒരു സെക്സ് എന്ന് പറയുന്നത് നമ്മളൊക്കെ അതിന്റെ ഉദ്ദേശം എന്താ? നമുക്കൊരു പ്ലഷർ കിട്ടുക, ഒരു സന്തോഷം കിട്ടുക എന്നുള്ളത്. അത് പല ബെഡ്റൂമിലും സംഭവിക്കുന്നത് ഈ ഒരു പ്ലഷർ സുഖം എന്ന് പറയുന്ന ഭർത്താക്കന്മാർക്ക് മാത്രം ഉള്ളതായിട്ട് നമ്മുടെ പല ബെഡ്റൂമിലും മാറുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് സ്ത്രീക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രയോറിറ്റി അവിടെ കിട്ടുന്നില്ല. അവരവരുടെ പ്രശ്നങ്ങൾ ആരെടുത്തും തുറന്നു പറയുന്നില്ല. പൊതുവെ നമുക്കിപ്പോ പാരന്റ്സിനോട് പറയാൻ പറ്റില്ല, ഫ്രണ്ട്സ് ആരും ഉണ്ടാവില്ല. അവിടെ ഇനി സ്ത്രീകൾ എന്തെങ്കിലും സെക്സിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ അവിടെ ഒന്ന് അധികാരം എടുത്ത് സംസാരിക്കുന്നത് പോലെ ഈ ഒരു സെക്സിലാണെങ്കിലും എല്ലാ രീതിയിലാണെങ്കിലും പുരുഷാധിപത്യം എന്നുള്ള ഒരു സംഭവം കൂടുതലായിട്ട് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നന്നായിട്ട് കാണാറുണ്ട്. പക്ഷെ ഈ ഒരു പെയിൻ ഡ്യൂറിങ് സെക്സ്, നമുക്ക് സെക്സ് ചെയ്യുന്ന സമയത്തുള്ള വേദന ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന സംഭവമാണ്. ഇതിന് മെയിനായിട്ട് പല കാരണങ്ങളുണ്ട്. അതിൽ നമ്പർ 1 കാരണം എന്ന് പറയുന്നത് അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം ഈ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേണ്ട രീതിയിലുള്ള ഒരു ഇമോഷണൽ ബോണ്ട് അത് ആദ്യമേ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അത് ആ ഒരു ബെഡ്റൂമിൽ ആ ഒരു ബെഡിലല്ല ക്രിയേറ്റഡ് ആവേണ്ടത്. അത് മുന്നേ അവർ തമ്മിൽ ആ ഒരു ബോണ്ട് ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ, അതെ, കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു സ്ത്രീക്ക് സെക്സ് ആസ്വദിക്കാൻ കഴിയില്ല. അപ്പൊ അവർക്ക് അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് അവർക്ക് തന്നെ തോന്നലുകളാകാം. ഈ ഒരു ഇഷ്ടം അവരുടെ ഉള്ളിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ഇതൊരു ശല്യം എന്നുള്ള രീതിയിലേക്ക് അവർ ചിന്തിച്ചു പോകും. അതൊരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വെജൈനൽ ഡ്രൈനെസ് ആണ്. നമ്മുടെ യോനി ഭാഗത്ത് ഡ്രൈ ആയി വരിക എന്ന് പറയും. അപ്പൊ ഈ ഡ്രൈ ആയി വരുന്നതും സൈക്കോളജിക്കലി റിലേറ്റഡ് ആണ്. നമുക്ക് ഭർത്താവിനോട് ഒരു താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് വരില്ല. നമുക്കൊരു സെക്സിനോട് ഒരു അറൗസൽ വരുമ്പോഴാണ് അവിടെ ഡിസ്ചാർജ് വരുന്നത്. നമ്മുടെ യോനി ഭാഗത്ത് ആ ഒരു ഡിസ്ചാർജ് വരുന്നത് നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യം വരുന്ന സമയത്ത്. പക്ഷെ ഈ ഒരു താല്പര്യം ഇല്ലാതാകുമ്പോൾ അവിടെ ഡ്രൈനെസ് വരും, നല്ല വേദന അനുഭവിക്കും. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരാം. എന്തെങ്കിലും ഇപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻസ്, സ്ത്രീകൾക്ക് പൊതുവെ ഇൻഫെക്ഷൻ കൂടുതലാണ്. മൂത്രത്ത് പഴുപ്പ് ഭയങ്കരമായിട്ട് സ്ത്രീകളിൽ ഉണ്ടാവുന്ന സമയം. അപ്പൊ ഈ മൂത്രത്ത് പഴുപ്പുള്ള സ്ത്രീകൾക്ക് ബന്ധപ്പെടുന്ന സമയത്തും ആ ഒരു വേദന ഫീൽ ചെയ്യും. അവർക്ക് അതിനോട് തീരെ ഇഷ്ടമില്ലാത്ത രീതിയിൽ കൈമാറും. പിന്നെ വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് ആണ്. അത് മിക്ക സ്ത്രീകൾക്കും കണ്ടുവരുന്ന സംഭവമാണ്. ഈ ഹോർമോണൽ ഇംബാലൻസ് ചെറിയ പ്രായം തൊട്ട്, കല്യാണം കഴിഞ്ഞ ഏജ് തൊട്ട് ആർത്തവം നിന്ന സ്ത്രീകളിൽ വരെ ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഇത് മെയിനായിട്ട് കാണുന്നത് ആർത്തവം നിന്ന സ്ത്രീകളാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഉമ്മമാര് അവരൊക്കെ കരുതി വെക്കുന്നത് ഇതൊക്കെ നോർമൽ ആണ് എന്നാണ്. ഇപ്പോൾ ഈ ഒരു പ്രായം കഴിഞ്ഞാൽ ഈ വേദന കാര്യങ്ങൾ, ഈ ഒരു ഡ്രൈ ആകുക എന്നുള്ളതൊക്കെ നോർമൽ ആണെന്നാണ് കരുതി. പക്ഷെ ഈ ആർത്തവം നിന്ന സ്ത്രീകളിൽ ഈസ്ട്രജന്റെ ഡെഫിഷ്യൻസി കാരണം ഇതുപോലെ ഡ്രൈ ആവാനുള്ള ചാൻസസ് വളരെ. എന്നോട് ഷെയർ ചെയ്ത പെൺകുട്ടിക്ക് 20 വയസ്സാ പ്രായം അന്ന്. അപ്പോ ആ ഒരു പ്രായത്തില് ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഡ്രൈ എന്നൊക്കെ പറഞ്ഞാലോ, അപ്പൊ ഇതിനൊക്കെ എങ്ങനെ മെഡിസിൻ ഒക്കെ എടുത്ത് എത്രത്തോളം ഹെൽപ്പിംഗ് ആവും? അതെ, നല്ല മെഡിസിൻസ് ഇതിനുണ്ട്. നമ്മൾ മെയിനായിട്ട് അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ഡ്രൈനെസ് വന്നു, എന്തുകൊണ്ട് ഈ വേദന വരുന്നു എന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടെത്തും. അതിനെ ഭർത്താവിനെയും ഭാര്യയും വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി, അവർക്ക് എന്തെങ്കിലും സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ പ്രശ്നം കൊണ്ടും കൂടെ ആകാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി ഇതെന്തുകൊണ്ട് വന്നു എന്നുള്ളത് കണ്ടെത്തി അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ വേറെ മെഷേഴ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ബന്ധപ്പെടുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ജെല്ലുണ്ട്, ഈ ലൂബ്രിക്കേഷൻ പ്രശ്നമാണല്ലോ മെയിൻ ആയിട്ട്.
അപ്പൊ ഈ ലൂബ്രിക്കൻ വെജൈനൽ ലൂബ്രിക്കൻ ജെല്ല് നമ്മൾ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാൻ പറയും. അത് അപ്ലൈ ചെയ്യുന്ന രീതികൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷെ ഇതിനൊക്കെ മുന്നേ അവർ തമ്മിലുള്ളൊരു ബോണ്ട് ക്രിയേറ്റഡ് ആവില്ല മസ്റ്റായിട്ട്. ശരിക്കും ഈ ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കൊടുക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും സ്ത്രീകൾക്ക് അതൊരു നോർമലി ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണല്ലോ. അത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആവേണ്ട ഒരു സംഭവമാണ്. ഒരു ഫിസിയോളജിക്കൽ പ്രകാരം നമ്മുടെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു സെക്സിനോട് ഒരു ഫീല് വരുമ്പോൾ ആ ഒരു ലൂബ്രിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആകുന്നതാണ്. പക്ഷെ ആ ഒരു ഫീല് പല സ്ത്രീകൾക്കും വരാത്ത കാരണം കൊണ്ടാണ് ആ ഒരു ലൂബ്രിക്കേഷൻ ഇല്ലാത്തത്. പിന്നെ ഈ അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഹോർമോണൽ ഇംബാലൻസ് കാരണമുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു ഇഷ്യൂസ് കാണാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പെൺകുട്ടിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 20 വയസ്സായിരുന്നു. അപ്പൊ ഈ 20 വയസ്സിൽ മുതൽ തന്നെ അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിച്ച ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനത്തെ വേദന വരാൻ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്? അതെ, എൻ്റെ അടുത്ത് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. കോട്ടയത്ത് നിന്ന് വരുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു. അവർ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 4 വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡുമായിട്ട് 4 വർഷത്തോളം ഒരുമിച്ച് താമസിച്ചു. 4 വർഷത്തിന് ശേഷം അവർ പെട്ടെന്ന് അങ്ങ് ഡൈവോഴ്സ് ആയി. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം. അവരുടെ ഇടയിൽ സെക്സ് സംഭവിച്ചിട്ടേയില്ല, തീരെ സംഭവിച്ചിട്ടില്ല. ഈ 4 വർഷം ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ വേറെ ഒരു ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നമ്മളിവിടെ കുട്ടീനെ കൊണ്ടുവന്നപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴേ ആ കുട്ടി പറയുന്നത് ആ കുട്ടിയുടെ അടുത്തേക്ക് ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്. മെന്റലി അവർ തമ്മിൽ ഭയങ്കര കണക്ഷൻസ് ഉണ്ട്. ഭർത്താവ് പക്ഷെ സെക്സ് റിലേറ്റഡ് ആയിട്ട് ആ ഒരു ഫീലോട് കൂടിയിട്ട് ആളുടെ അടുത്തേക്ക് വരുമ്പോൾ ആൾക്ക് ബോഡി ഭയങ്കരമായിട്ട് വിറക്കുന്നു. എങ്ങനെ? ഹസ്ബൻഡ് അല്ല, ഈ ഒരു വൈഫിന് പെൺകുട്ടിക്ക് ഭയങ്കര ഹസ്ബൻഡ് അടുത്തേക്ക് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വിറയൽ ഫീൽ ചെയ്യുന്നു. കൈകാലുകളും മസിൽസ് ഒക്കെ ഭയങ്കര കോച്ചി പിടിക്കുന്ന പോലെ, അതുപോലെ നമ്മുടെ യോനി ഭാഗം ഭയങ്കരമായിട്ട് ചുരുങ്ങുന്നത് പോലെ. ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു വെജൈനിസ്മസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അത് പല കുട്ടികൾക്കും ചെറുപ്രായത്തിൽ കാണുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് ഫസ്റ്റ് സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടാകുമ്പോൾ ഓൾറെഡി ഒരു പെയിൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാലും കുട്ടിക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു നാരോയിങ്, ഒരു കോൺട്രാക്ഷൻസ് ആ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അത് വെജൈനിസ്മസ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. അതിനും കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അത് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റേത് വജൈനൽ ഡ്രൈനെസ് ആണ്. വജൈനൽ ഡ്രൈ ആയിപ്പോൾ ഇത് അവിടുത്തെ മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് കോച്ചി പിടിക്കുന്നത് പോലെ ഭയങ്കരമായിട്ട് ഒരു പുകച്ചില്, എരിച്ചില്, അതുപോലെ തന്നെ നമ്മളെ മസിൽസ്, നമ്മളെ ബോഡി മൊത്തത്തിൽ ഒരു ഷിവറിങ്, ഒരു ആങ്സൈറ്റി ഫീലിംഗ്, ഇങ്ങനെയൊക്കെ വരാം. അപ്പൊ നമ്മൾ കരുതും അത് മാനസികപരമായിട്ട് എന്തെങ്കിലും ടെൻഷൻ കൊണ്ടാണെന്ന് കരുതും. പക്ഷെ അതൊരു ശാരീരികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്, അതൊരു അസുഖമാണ്. അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മെഡിസിൻ എടുത്താൽ റെഡിയാകും. പിന്നെ നമ്മൾ കീഗിൾ എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ ആ ഒരു പെൽവിക് മസിൽസ്, നമ്മുടെ മസിൽസിന് ലൂസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസ് ആണ് കീഗിൾ എക്സസൈസ്. ആ എക്സസൈസ് ചെയ്യുക, കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുക. പിന്നെ നമ്മൾ കൗൺസിലിംഗ് തെറാപ്പിയും കൊടുക്കാറുണ്ട്. ചില ആളുകൾക്കൊക്കെ ഇപ്പോൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു സെക്ഷൽ അബ്യൂസ് ആരെങ്കിലും ഭാഗത്തുനിന്ന്, നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്കൊക്കെ എന്തെങ്കിലും ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടിക്കാലത്ത് ആരെങ്കിലും ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ കുട്ടിക്കുള്ളിൽ ഒരു പേടി കയറിയിട്ടില്ല, അതെ, പാസ്റ്റ് ട്രോമ ഈ ഒരു രീതിയിലേക്കൊക്കെ എത്താറുണ്ട്. ഈ സെക്സിനോട് തന്നെ ആ കുട്ടിക്ക് ഒരു വെറുപ്പ്, അത് വരുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭയം, ഇതൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്തേക്ക് പോവാൻ പറയുമ്പോൾ ചിലപ്പം ഹസ്ബൻഡ് ആയിരിക്കാം വേണ്ടെന്ന് പറയാം. ചിലപ്പോൾ ഈ പെൺകുട്ടിനെ എങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഡോക്ടറെ കാണിക്കാൻ പാടില്ല, അങ്ങനെ ഒരു ഇതിനൊക്കെ മോശമാണ് എന്ന് ധരിക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും അവർ കരുതി വെച്ചിരിക്കുന്നത് ഈ സെക്സ് എന്ന് പറഞ്ഞാല് അതിന്റെ ഇമ്പോർട്ടൻസ് അവർ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. പല ആളുകളും കരുതി വെച്ചിട്ടുണ്ട് ഇത് വെറുതെ ഒരു ഡേർട്ടി ഫീൽ ആയിട്ടാണ്, ഒരു ചീത്ത ഒരു സംഭവമാണ് സെക്സ് എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. ഇതിന് ഒന്നുകിൽ കുട്ടികൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സുഖം എന്നുള്ള ഒരു സംഭവം അർത്ഥം മാത്രമേ നമ്മുടെ സമൂഹം അതിന് കൊടുക്കും. പക്ഷെ ഇത് സംഭവം എന്താ വെച്ചാൽ പല ടെൻഷനുള്ള ആളുകളുണ്ടാവും, ഭയങ്കര സ്ട്രെസ് ഉള്ള ആളുകളുണ്ടാവും. അവർക്ക് അവരുടെ സ്ട്രെസ് ഇറക്കി വെക്കുന്ന ഒരു സമയമാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ബോണ്ട് ഭയങ്കര ക്ലോസ് ആക്കുന്ന ഒരു സമയം കൂടിയാണ്. അല്ലാതെ ഒരു കുട്ടികൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വെറും സുഖം എന്നുള്ളൊരു മീനിങ് മാത്രമല്ല സെക്സിന്. അപ്പം അതുകൊണ്ട് പലരും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്തതുകൊണ്ട് എന്തെങ്കിലും അതിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാപ്പോൾ ഇത് പുറത്തൊന്നും പറയാം, എങ്ങനെയാപ്പോൾ വേറെ ആരും ഇതൊന്ന് ഷെയർ ചെയ്യുക എന്ന് സാരമില്ല, അതില്ലെങ്കിലും സെക്സ് ഇല്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിലേക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം.
അത് വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ ഒരു പനി, ജലദോഷം, വേറെ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്ക് നമ്മൾ ഓടും ഡോക്ടേഴ്സിൻ്റെ അടുത്ത്. പക്ഷേ ഒരു സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖങ്ങൾ വരുമ്പോൾ പലരും അത് ഉൾവലിഞ്ഞു പോകും. അതെങ്ങനെ പറയാൻ മോശമല്ലേ. പക്ഷെ അത് നിങ്ങൾ ഡിസ്കസ് ചെയ്തില്ല, നിങ്ങൾ അത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നെയും അത് വേഴ്സായി പോകും. അത് നിങ്ങളെ ശാരീരികപരമായിട്ട് ഭയങ്കരമായിട്ട് ബാധിക്കും. നിങ്ങൾക്ക് സെക്സ് എന്നുള്ള ഒരു സുഖം നിങ്ങൾക്ക് കിട്ടാതെ വരും. അത് നിങ്ങളെ ഇമോഷണലി ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഒപ്പിയിൽ വരുന്നതാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം ദാമ്പത്യത്തിൽ ഭയങ്കരമായിട്ട് വിള്ളലുകൾ വരും. അതിൽ നമ്പർ 1 ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഇഷ്ടക്കേട്. അത് പുറത്ത് നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഇതിന്റെ കാരണമെന്ന് അവർക്ക് തന്നെ പറയാൻ പറ്റും. രണ്ടുപേരും ഭയങ്കര ഫൈറ്റ് ആയിരിക്കും. അതെ, ഭയങ്കര തല്ലായിരിക്കും. വീട്ടിൽ എപ്പോഴും തല്ലായിരിക്കും. പക്ഷെ ഇതിന്റെ റീസൺ അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. എന്തിനാ ഇപ്പൊ ഞങ്ങൾ അടി കൂടുന്നതെന്നായിരിക്കും. പക്ഷെ അതിന്റെ മെയിൻ അണ്ടർലൈൻ കോസ് എന്ന് പറയുന്നത് അവർ തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് നടക്കാത്തതാണ്. പിന്നെ സംശയം, ഇത് വളരെയേറെ നമ്മളെ കപ്പിൾ ഈ ഒരു ദാമ്പത്യത്തിൽ കാണുന്നുണ്ട്. ഒരുപാട് കേസ് എൻ്റെ ഒപ്പിയിൽ വരാറുണ്ട്. കാരണം ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ താല്പര്യക്കുറവ് നമുക്ക് എടുക്കാം, സ്ത്രീകളുടെ താല്പര്യക്കുറവ്. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യക്കുറവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വിചാരിക്കേണ്ട നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അവൾക്ക് എന്നോടൊരു താല്പര്യക്കുറവ്. പ്രത്യേകിച്ചും പ്രവാസികളൊക്കെ ആകുമ്പോൾ തീർന്ന് നമുക്ക്. പക്ഷെ അവരൊന്നും ചിന്തിക്കുന്നില്ല നമുക്ക് ശാരീരികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ അല്ലെങ്കിൽ മാനസികപരമായിട്ട് എന്തെങ്കിലും അങ്ങോട്ടേക്കൊന്നും അവർ ചിന്തിക്കുന്നില്ല. നമുക്ക് അതിനോടുള്ള താല്പര്യം പോയാൽ അവർ ഉദ്ദേശിക്കുക അവൾക്ക് വേറെ എന്തോ ഒരു ബന്ധമുണ്ട്, വേറെ എന്തോ റിലേഷൻ ഉണ്ട് എന്നാണ് അവർക്ക്. അപ്പോൾ ആ ഒരു സംശയം എന്നുള്ളത് ആ ഒരു ദാമ്പത്യത്തിൽ വരുമ്പോൾ അത് ഡൈവോഴ്സിലേക്ക് വരെ എത്തിയ കേസസ്. എന്ത് ഇഷ്യൂസിനും ഒരു പരിഹാരം. അതെ, പരിഹാരം എന്തായാലും ഉണ്ട്. കാരണം അത് നമ്മളത് മെയിനായിട്ട് നിങ്ങളത് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പറയാൻ പറ്റിയ, നിങ്ങൾ കംഫർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയും. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ അത് സെക്സ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അത് തുറന്നു പറയുന്നതിൽ നിങ്ങൾ മടി വിചാരിക്കേണ്ട കാര്യമൊന്നുമല്ല. അതും ഒരു അസുഖമാണ്. ചിലര് പങ്കാളികൾ തമ്മിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറേ ഇല്ല. അതൊക്കെ മോശമല്ലേ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണല്ലോ. അത് സ്ത്രീകളാണ് പ്രത്യേകിച്ച്. ഭർത്താക്കന്മാര് പിന്നെയും പറയും, പക്ഷെ സ്ത്രീകളാണ് കുറേയൊക്കെ ഉള്ളിൽ ഒതുക്കുക. ഇത് പറഞ്ഞാൽ ഒരു മോശമില്ലേ എന്നുള്ളൊരു ഫീല് സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം സൊസൈറ്റി അങ്ങനെയാണ് സ്ത്രീ ആക്കി വെച്ചിട്ടുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്ത്രീകൾ പറയാൻ പൊതുവെ സ്ത്രീകൾ കൂടുന്ന സമയത്ത് പോലും ഇങ്ങനത്തെ ഇഷ്യൂസ് ചർച്ച ചെയ്യാറില്ലല്ലോ. വീട്ടിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അയൽവാസികളെ കാര്യങ്ങൾ, കുട്ടികളെ കാര്യങ്ങൾ, ഫുഡിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ മാത്രമേ അവരുടെ ചർച്ചയിൽ വരുള്ളൂ. അല്ലാതെ അവരുടെ ബെഡ്റൂമിലെ കാര്യങ്ങൾ, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ മാനസികപരമായിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേറ്റ് എങ്ങനെയാണ്, ഇതൊന്നും അവർ ഡിസ്കസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് ഈ സ്ത്രീകൾ, പുരുഷന്മാരെക്കാൾ കൂടുതൽ ഒരുപാട്. കാരണം അവർക്ക് പലതും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് സൊസൈറ്റിയും കൊടുക്കുന്നില്ല, നമ്മുടെ ഫാമിലിയും കൊടുക്കുന്നില്ല. നിങ്ങളിപ്പോ എങ്ങനെ ഓൺലൈൻ ആയിട്ടും ഇങ്ങനത്തെ ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്? അത് മെയിനായിട്ട് നമ്മൾ ഓൺലൈൻ ചെയ്യാനുള്ള ഉദ്ദേശം തന്നെ പല ആളുകൾക്കും ഹോസ്പിറ്റലിൽ വരാൻ മടിയുള്ള ആളുകളായിരിക്കും. പല സ്ത്രീകളും ഭർത്താക്കന്മാർ അറിയാതെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രശ്നം അവർ പറയുമ്പോൾ പലരും അത് നിസ്സാരാക്കി കളയും. അതൊക്കെ സാധാരണയല്ലേ എന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റും. പക്ഷെ അതുകൊണ്ട് സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കാരണം കൊണ്ട് അവർക്ക് തന്നെ അവരുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫോണിലൂടെ അവരെ സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചറിഞ്ഞ് അവരുടെ അഡ്രസ്സിലോട്ട് മരുന്നായി. ഇത് പിന്നീട് അവർക്ക് ഹോർമോൺ ചേഞ്ച് ഇഷ്യൂസിലേക്കൊക്കെ പിന്നീട് വരും. മെയിനായിട്ട് ഈ ഒരു സെക്ഷൽ ഇൻഡിഫറൻസ്, ഈ താല്പര്യക്കുറവ് അല്ലെങ്കിൽ വേദന, ബന്ധപ്പെടുന്ന സമയത്തുള്ള വേദന എന്നുള്ളതൊക്കെ ഹോർമോൺ റിലേറ്റഡും കൂടെയാണ്. മെയിനായിട്ട് നമ്മുടെ ഈസ്ട്രജൻ, സ്ത്രീകളുടെ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഇതൊക്കെ നന്നായിട്ട് വരുന്നത്. നമ്മൾ ആ ഒരു ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞല്ലോ, അത് മെയിനായിട്ട് ആ ഒരു ലെവൽ അവിടെ കീപ്പ് ചെയ്യുന്നത് ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ. ഇതിന് നല്ല ഫുഡ് എന്തെങ്കിലും ഉണ്ടോ? ഫുഡ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നന്നായിട്ട്, ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, മക്കൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കും, വീട്ടുകാര്യങ്ങൾ നന്നായിട്ട് നോക്കും, വീട് നല്ല വൃത്തിയാക്കി വെക്കും, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മളൊന്ന് പിറകോട്ടാണ്. നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കാറില്ല. പക്ഷെ ഒരു വീട്ടിലെ ആദ്യം ഹെൽത്ത് നല്ല മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആളാരാണ്? ഒരു സ്ത്രീയാണ്. കാരണം മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് നമ്മളാണ്. നമ്മളെ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഭർത്താവിനെ നോക്കാൻ പറ്റുള്ളൂ, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ഉണ്ടാക്കി വെക്കും, പക്ഷെ അത് കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല. വീട്ടു ജോലികൾ കാരണം ഒന്നിനും സമയം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സമയം നിശ്ചയിക്കുക. ഇന്ന സമയം വരെ മതി വീട്ടു ജോലി, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങളും കൂടെ നിങ്ങൾ കുറേ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഹെൽത്താണ് ഫസ്റ്റ് പ്രയോറിറ്റി ഒരു വീട്ടിൽ വരുന്നത്.
അതെ, നാളെ എടുക്കാമല്ലോ ജോലിയൊക്കെ. മെയിൻ ആയിട്ട് അപ്പോൾ നട്ട്സ് നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഈ ഒരു സെക്ഷൽ കംപ്ലൈൻസിന് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കണം, മുട്ട കഴിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറയും ഡാർക്ക് ചോക്ലേറ്റ്, അതിലൊക്കെ ഉള്ള കണ്ടന്റ് ഒക്കെ ഈ സെക്ഷൽ അറൗസലിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ഈ നട്ട്സിൽ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വാൾനട്ടും ആൽമണ്ടും ആണ്. അതിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്, സിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസ് ക്ലിയർ ചെയ്യാൻ. പിന്നെ നമ്മൾ പറയില്ലേ നമ്മുടെ സോയാബീൻ, സോയാ ചങ്ക്, അതിൽ വരുന്ന സംഭവം നമ്മുടെ ഈസ്ട്രജൻ ഡെഫിഷ്യൻസി ഇല്ല, ഫൈറ്റോ ഈസ്ട്രജൻസ് വരുന്നുണ്ട് അതിൽ. അപ്പൊ ഈ ആർത്തവം നിന്ന സ്ത്രീകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റാനൊക്കെ ഈ സോയാബീൻ അല്ലെങ്കിൽ സോയാ ചങ്ക് അല്ലെങ്കിൽ സോയാ മിൽക്ക് ഇതൊക്കെ നല്ലതാണ്. അപ്പൊ മാം, നമുക്ക് ഈ പുതുതായി വിവാഹം കഴിച്ചിട്ടുള്ള കപ്പിൾസിനോട് മാമിന് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, പല കുട്ടികൾക്കും ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവില്ല. എന്താണ് പ്രശ്നം, എന്താണ് നോർമൽ അല്ലെങ്കിൽ എന്താണ് അബ്നോർമൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ബന്ധപ്പെടുന്ന സമയത്ത് അമിതമായിട്ടുള്ള വേദന തോന്നുക, അല്ലെങ്കിൽ വജൈനയുടെ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് തോന്നുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ്, ഈ ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് പറയും, ഹണിമൂൺ പീരീഡിൽ ഭയങ്കരമായിട്ട് വരുന്ന സംഭവമാണ് ഈ മൂത്രത്തിൽ പഴുപ്പ്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ പങ്കാളിയുമായിട്ട് എന്തെങ്കിലും ഒരു താല്പര്യക്കുറവ്, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം. നിങ്ങൾക്ക് പങ്കാളിയോടുള്ള ഒരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ അല്ല, അത് ചെറിയ രീതിയിൽ ഒരു ഹോർമോൺ ഇംബാലൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ടോ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ആ സമയത്ത് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് എടുക്കൽ നിർബന്ധമാണ്. അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അത് ബ്ലെയിം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്. കാരണം ആണുങ്ങളുടെ സൈക്കോളജിയും പെണ്ണുങ്ങളുടെ സൈക്കോളജിയും രണ്ടാണ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിസിക്കൽ അട്രാക്ഷൻ ആണ് കൂടുതലായിട്ട്. ശാരീരികപരമായിട്ടുള്ള ഒരു ബന്ധം കഴിഞ്ഞിട്ട് അവരൊരു മാനസിക ബന്ധത്തിന് രണ്ടും വേണം. പക്ഷെ ഫിസിക്കൽ അട്രാക്ഷൻ ആണ്, ശാരീരിക ബന്ധത്തിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. അവർക്ക് മാനസികപരമായിട്ടൊരു അടുപ്പം ഉണ്ടായതിന് ശേഷമാണ് അവർക്ക് ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് രണ്ടുപേരും മനസ്സിലാക്കണം. ഭർത്താക്കന്മാരാണെങ്കിലും ആദ്യം ഒരു മെന്റൽ ഒരു ക്ലോസ്നെസ്, ഒരു ഇമോഷണൽ ക്ലോസ്നെസ് ഉണ്ടാക്കിയിട്ട് പുതിയതായിട്ട് കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ആദ്യം തന്നെ എടുത്തു ചാടാതെ ആദ്യം നിങ്ങൾ തമ്മിലൊരു ബോണ്ട് ഉണ്ടാക്കി. ഇപ്പൊ കാനോത്ത് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാനുള്ള ഒരുപാട് സ്പേസ് ഇപ്പോഴത്തെ കാലത്തൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ പലതും ലവ് മാരേജ് ആണ് വിവാഹം കഴിക്കുന്നവര് പലരും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുറെ സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പാനിക് ആവരുത്. അതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, ഡോക്ടർ നിതാഷ മുഹമ്മദ്. മാം നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിലാണ്. അതൊരിക്കലും അറിവില്ലായ്മ കൊണ്ട് കളയാനുള്ളതല്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ തള്ളിക്കളയാനുള്ളതല്ല. അപ്പൊ നമുക്ക് എന്താണോ ഇഷ്യൂസ് ഉള്ളത് അത് നമ്മൾ പരിഹാരം കണ്ടെത്താം. നമുക്ക് ഇത്തരം വേദന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിതാഷ മാമിനെ കോൺടാക്ട് ചെയ്യാം. അപ്പം ഇതുപോലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഡോക്ടറെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.